ഗൈ അങ്ങനെ അങ്ങ് കണ്ണ് മുറുക്കി അടച്ചുവെച്ചങ്ങ് ഇരിക്കാണ്. ഇത് കാണുന്ന ട്യൂവാന്നുണ്ടെങ്കിൽ അവന്റെ ഷർട്ട് ഊരിയിട്ട് ഗൈ ഇങ്ങോട്ടേക്ക് നോക്കാൻ വേണ്ടി പറയാണ്. ഗൈ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ കാണുന്നത് ട്യൂവിന്റെ ദേഹം ഫുള്ളിങ്ങനെ വെട്ടും കുത്തും കൊണ്ട പാടാണ്. അതിലൊരു മുറിവിലേക്കും കൈ വെച്ചിട്ട് ട്യൂ ശരിക്കും പറഞ്ഞാൽ നീ ആരാണെന്നൊക്കെ പറഞ്ഞ് ചോദിക്കുവാണ്. പിന്നെ കാണിക്കുന്നത് രണ്ടുപേരും സമാധാനപരമായിട്ട് ഇരുന്ന് സംസാരിക്കുന്നതാണ്. നമ്മുടെ ട്യൂവാന്നുണ്ടെങ്കിൽ ഗൈ എടുത്ത് എനിക്ക് നിന്റെ അടുത്ത് സത്യങ്ങളൊക്കെ തുറന്നു പറയണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നീയും കൂടി അപകടത്തിൽ ചെന്ന് ചാടുമെന്ന് പേടിച്ചിട്ടാണ് പറയായിരുന്നത്. നീ വിചാരിക്കും പോലെ അത്ര നല്ല ലൈഫല്ല എൻ്റെ എന്ന് പറഞ്ഞിട്ട് ഇവനാണെന്നുണ്ടെങ്കിൽ ഫ്ലാഷ് ബാക്കിലേക്ക് പോവാണ്. ഈ സത്യങ്ങളൊക്കെ നമ്മുടെ ഗൈ എടുത്ത് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവന് സ്കൂളിൽ പഠിക്കുന്ന ടൈമാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായിട്ടുള്ള ടൈം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന് ഇഷ്ടമുള്ള പോലെയൊക്കെ ചെയ്യാമല്ലോ. ഇവൻ എന്ന് പറയുന്നത് ഗെയിമിന് വളരെയധികം അഡിക്റ്റഡ് ആയിരുന്നു. ഇവനും ഇവൻ്റെ ഫ്രണ്ടും കൂടി ഒരു കഫേ ഇരുന്ന് ഗെയിം കളിക്കുന്ന ടൈമിൽ ഇവൻ്റെ ഫ്രണ്ടാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഒച്ചത്തിൽ സംസാരിക്കുന്നുണ്ട്. അപ്പോഴേക്കും അവിടേക്ക് രണ്ട് സീനിയേഴ്സ് വന്നിട്ട് നിങ്ങളെന്തിനാ ഇത്രയധികം ഒച്ചത്തിൽ സംസാരിക്കുന്നത്, നിങ്ങൾക്ക് മര്യാദയ്ക്ക് ഇരുന്ന് കളിച്ചുകൂടി എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട്. നമ്മുടെ ട്യൂവിൻ്റെ നോട്ടം കാണുമ്പോൾ തന്നെ അതിലൊരുത്തനാണെന്നുണ്ടെങ്കിൽ വാടാ നമുക്കിപ്പോൾ ഇവിടുന്ന് പോവാം, ഇവന്മാരെ പിന്നെ എടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അന്നേരം നമ്മുടെ ട്യൂവിൻ്റെ ഫ്രണ്ടാണെന്നുണ്ടെങ്കിൽ അവന്മാരിപ്പോൾ എന്താ പറഞ്ഞിട്ട് പോയെന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. ട്യൂ ആണെന്നുണ്ടെങ്കിൽ എനിക്കൊന്നും അറിയത്തില്ല, നമുക്ക് ഗെയിം കളിക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെയും കണ്ടിന്യൂ ചെയ്യാണ്. അങ്ങനെ അവന് വീട്ടിൽ വന്നതിന് ശേഷം ഇരുന്ന് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവനാണെന്നുണ്ടെങ്കിൽ ഗെയിമാണ് ലോകം എന്ന് തന്നെ പറയാം. അപ്പോഴേക്കും അവിടേക്കാണെന്നുണ്ടെങ്കിൽ അച്ഛൻ വന്നിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി വിളിക്കുന്നുണ്ട്. ഇവന് ആകപ്പാടുള്ളത് അച്ഛൻ മാത്രമാണ്. ഇവൻ്റെ ലൈഫ് എന്ന് പറയുന്നത് അത്ര വലിയ ലക്ഷറി ലൈഫ് ഒന്നുമല്ല, എന്നാലും നല്ല സമാധാനപരമായിട്ടാണ് ജീവിച്ചു പോയിക്കൊണ്ടിരുന്നത്. ഫുഡ് കഴിക്കാൻ വേണ്ടി അവിടേക്ക് ചെല്ലുമ്പോൾ തന്നെ അച്ഛൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, അച്ഛൻ എൻ്റെ എന്തെങ്കിലും ഹെൽപ്പ് വല്ലതും വേണമെന്ന്. അച്ഛനാണെന്നുണ്ടെങ്കിൽ അതൊന്നും വേണ്ട, നീ അവിടെ ഇരുന്നാൽ മതി, ഇനി ഓംലേറ്റ് മാത്രം ഉണ്ടാക്കാനുള്ളതെന്നൊക്കെ പറഞ്ഞിട്ട് ഫുഡ് കൊണ്ടുപോയി വെച്ച് കൊടുക്കുന്നുണ്ട്. അന്നേരം ഇവനാണെന്നുണ്ടെങ്കിൽ അച്ഛൻ്റെ ഓംലേറ്റ് എന്ന് പറയുന്നത് ഭയങ്കര സൂപ്പറാന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛനാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കഴിക്കാൻ വേണ്ടി ഇവൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അച്ഛന് നന്നായിട്ട് തന്നെ ചുമ വരുന്നുണ്ട്. കയ്യിൽ നോക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ ബ്ലഡ് ആവുന്നുണ്ട്. അച്ഛൻ എന്തൊക്കെയോ നമ്മുടെ ട്യൂയുടെ അടുത്തുനിന്ന് മറയ്ക്കുന്നുണ്ട്. നമ്മുടെ ട്യൂക്കാണെന്നുണ്ടെങ്കിൽ ഇതും മനസ്സിലാവുന്നുണ്ട്. അച്ഛൻ ഓക്കെ ഇല്ലേ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോൾ അച്ഛനാണെന്നുണ്ടെങ്കിൽ ഞാൻ ഓക്കെ ആണെന്ന് പറയണേ. എന്നാൽ പിന്നെ അച്ഛൻ കുറച്ചുകൂടി കഴിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഇവനാണെന്നുണ്ടെങ്കിൽ കുറച്ചധികം ഫുഡ് എടുത്തിട്ട് അച്ഛൻ്റെ പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇവനങ്ങ് വല്ലാണ്ടാവുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം ഇവനാണെന്നുണ്ടെങ്കിൽ ഗെയിം കളിച്ചുകൊണ്ട് വരുന്ന വഴിക്ക് അവൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ആൻറ്റിയുടെ അടുത്ത് നിന്ന് കോള് വരുവാണ്. കോൾ അറ്റൻഡ് ചെയ്ത പാടെ തന്നെ ട്യൂ എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് വാ, അച്ഛനാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ചുമച്ചുകൊണ്ടിരിക്കുകയാണ്, ചുമ നിർത്തുന്നേ ഇല്ല, നീ പെട്ടെന്ന് വന്നിട്ട് വേണം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനെന്നൊക്കെ. ഇവനാണെന്നുണ്ടെങ്കിൽ ഓക്കെ ആൻറ്റി എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പെട്ടെന്ന് വരുവാണ്. വരുമ്പോൾ കാണുന്നത് ഇവൻ്റെ സീനിയേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഇവൻ്റെ ഫ്രണ്ടിനെ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കാണുമ്പോൾ ഇവനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞ് ചോദിക്കുകയാണ്. അതിലൊരു സീനിയർ ആണെന്നുണ്ടെങ്കിൽ വന്നോ ഹീറോ വന്നോ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട്. ഇവനാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു അടിയങ്ങ് വെച്ച് കൊടുക്കുകയാണ്. അപ്പോഴേക്കും ബാക്കിയുള്ളവന്മാരെന്നുണ്ടെങ്കിൽ ഇവനെ അടിക്കാൻ വേണ്ടി വരികയാണ്. ഇതാകുമ്പോൾ ഇവന്മാരാണെന്നുണ്ടെങ്കിൽ എനിക്കിപ്പോൾ പോയേ പറ്റത്തുള്ളൂ, എൻ്റെ അച്ഛനാണെന്നുണ്ടെങ്കിൽ തീരെ വയ്യ, ഞാൻ ചെന്നിട്ട് വേണം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനെന്നൊക്കെ പറയാണ്. അതിലൊരുത്തനാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഒരുത്തനെ കൈ വെച്ചിട്ട് നിനക്ക് ഇവിടെ നിന്ന് പോകാൻ പറ്റുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവനെ അടിക്കുന്നുണ്ട്. ഇവനും തിരിച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ഇവന് നന്നായിട്ട് തന്നെ അടി കിട്ടുന്നുണ്ട്. ഇവനാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു പയ്യനല്ലേ, ബാക്കി മൂന്നാവന്മാരും കൂടി ചേർന്നിട്ട് ഇവനെ നന്നായിട്ട് തന്നെ ഉപദ്രവിക്കുന്നുണ്ട്. ഇവനാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കൂടെ പറയുന്നുണ്ട് ഇത് നല്ല സമയമല്ല, എനിക്കാണെന്നുണ്ടെങ്കിൽ എൻ്റെ അച്ഛൻ്റെ അടുത്ത് പോകണം, എൻ്റെ അച്ഛന് തീരെ വയ്യ സത്യം എന്നൊക്കെ. പക്ഷേ ഇവന്മാരാണെന്നുണ്ടെങ്കിൽ വെറുതെ വിടുന്നില്ല, ഇവന് ഇടിച്ച് ഒരു പരുവാക്കി താഴത്തേക്ക് ഇടുവാണ്. ഇവനാണെന്നുണ്ടെങ്കിൽ അന്നേരം തന്നെ ബോധം പോകുന്നുണ്ട്. ബോധം വരുന്ന ടൈമിൽ ഇവൻ എഴുന്നേറ്റ് ഓടുന്നുണ്ട്. ചെന്ന് നോക്കുമ്പോൾ കാണുന്നത് അച്ഛനാണെന്നുണ്ടെങ്കിൽ മരിച്ചു പോയിട്ടുണ്ട്. ഇവനാണെന്നുണ്ടെങ്കിൽ ഹഗ് ചെയ്തിട്ട് ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്. ഒരു നിമിഷം ലേറ്റ് ആയത് കൊണ്ടാണ് ഇവൻ്റെ അച്ഛൻ മരിച്ചു പോയത്. ഇവന് ഇച്ചിരി കൂടി നേരത്തെ വരാൻ പറ്റുമായിരുന്നുണ്ടെങ്കിൽ ഇവൻ്റെ അച്ഛനെ രക്ഷപ്പെടുത്തായിരുന്നു. ഇപ്പോൾ ഇതൊക്കെ മനസ്സിൽ വിചാരിച്ചിട്ട് ഇവനാണെന്നുണ്ടെങ്കിൽ ഒരു പയ്യന്മാരെ അടുത്തേക്ക് ചെല്ലുവാണ്. ചെന്ന പാടെ തന്നെ കലി തീരുന്നവരെ ഇവന്മാരെടുത്തിട്ട് അടിക്കുന്നുണ്ട്. അതിലൊരു പയ്യനാണെന്നുണ്ടെങ്കിൽ ഇവൻ അപ്പം തന്നെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഇവനാണെന്നുണ്ടെങ്കിൽ ഗണ്ണ് തിരിച്ച് വാങ്ങിച്ചിട്ട് അതിലൊരുത്തനെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇവനാണെന്നുണ്ടെങ്കിൽ മഴയത്ത് അങ്ങനെ കിടക്കുവാണ്. സത്യം പറഞ്ഞാൽ അന്നത്തെ ദിവസം എന്താ നടന്നതെന്ന് അവന് പോലും അറിയത്തില്ല. അവൻ വിചാരിച്ചത് അവൻ അന്നേരം തന്നെ അവൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ടെന്ന്. പക്ഷേ അയാളെ മീറ്റ് ചെയ്യുന്നവരെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അന്നേരം നമ്മുടെ ഗയ്യാന്നുണ്ടെങ്കിൽ നീ മീറ്റ് ചെയ്തെന്ന് പറഞ്ഞ ആളില്ലേ നിന്നെ രക്ഷപ്പെടുത്തിയെന്ന് പറഞ്ഞാൽ അയാൾ ആരാണെന്നൊക്കെ പറഞ്ഞ് ചോദിക്കുകയാണ്. അയാളുടെ പേര് ബൈബു എന്നാണ്. അയാളാണെന്നുണ്ടെങ്കിൽ റിയൽ എസ്റ്റേറ്റ് ഓണറാണ്, നിനക്കറിയാമെന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോൾ നമ്മുടെ കയ്യാന്നുണ്ടെങ്കിൽ ബൈബുനോ ഒരു ബില്യണർ അല്ലേ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. ഇവനാണെന്നുണ്ടെങ്കിൽ അയാളാണ് എന്നെ രക്ഷപ്പെടുത്തിയത്. അതിനുശേഷം ഞാൻ അയാളെ മീറ്റ് ചെയ്യാൻ വേണ്ടി ചെന്നിട്ടുണ്ടായിരുന്നു. മീറ്റ് ചെയ്യാൻ വേണ്ടി ചെല്ലുമ്പോൾ തന്നെ ഈ ബൈബിനാണെന്നുണ്ടെങ്കിൽ ഇവൻ്റെ നിരക്ക് ഗണ്ണ് പിടിക്കുന്നുണ്ട്. പക്ഷേ ഇവനാണെന്നുണ്ടെങ്കിൽ അങ്ങനെ അങ്ങ് സ്റ്റഡി ആയിട്ട് അങ്ങ് നിൽക്കുകയാണ്, അവിടെ നിന്ന് അനങ്ങ പോലും ചെയ്യാതെ. ഇത് കാണുമ്പോൾ നമ്മുടെ ബൈബിനാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. ഇത് കാണുന്ന ഇയാളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഗണ്ണെന്ന് പറയുന്നത് രജിസ്റ്റർ ചെയ്യാത്ത ഗണ്ണാണ്. സോ ഇത് വെച്ചിട്ട് നീ ആരെ വേണേലും കൊന്നാലും നിന്റെ പേരിൽ കേസൊന്നും വരാൻ വേണ്ടി പോകുന്നില്ല, നീ എൻ്റെ കൂട്ടത്തിൽ ഒരാളാവുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുവാണ്. ഇവനാണെന്നുണ്ടെങ്കിൽ അന്നേരവും മിണ്ടാതെ തന്നെ നിൽക്കുകയാണ്. അന്നേരം ഇയാളാണെന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ ചേരണമെന്നുണ്ടെങ്കിൽ നീ 2 റൂൾസ് പാലിക്കണം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നീ ഒരിക്കലും എൻ്റെ അടുത്ത് കള്ളം പറയാൻ പാടില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നിൻ്റെ കൂടെയുള്ള ഒരാളെ പോലും നീ ഒരിക്കലും ഒറ്റ കൊടുക്കാൻ പാടില്ല എന്നൊക്കെ. ഇവനാണെന്നുണ്ടെങ്കിൽ ഓക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഇവൻ്റെ കയ്യിലേക്കാണെന്നുണ്ടെങ്കിൽ ഗണ്ണ് വെച്ച് കൊടുക്കുകയാണ്. ഗണ്ണ് വെച്ച് കൊടുത്തിട്ട് പറയുന്നുണ്ട് നീ ഒരു പ്രാവശ്യം ഈ ഗണ്ണി തൊടുകയെന്നുണ്ടെങ്കിൽ പിന്നെ ഒരിക്കലും നിൻ്റെ നോർമൽ ലൈഫ് നിനക്ക് ജീവിക്കാൻ വേണ്ടി പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇയാൾ ഒരു ഗണ്ണ് കൊടുക്കുന്നത്.
അങ്ങനെ അതിനുശേഷം ഞാൻ അയാൾക്ക് വേണ്ടി ജോലി ചെയ്യാൻ വേണ്ടി തുടങ്ങി. ആദ്യമൊക്കെ കടം പിരിക്കലായിരുന്നു എൻ്റെ ജോലി. പിന്നെ അതിനുശേഷം ഞാൻ അയാളുടെ വലങ്കയായി. ഇപ്പൊ എനിക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞു. ഇനിയിപ്പോ ഇത് വിശ്വസിക്കണോ വേണ്ടെന്ന് തീരുമാനിക്കേണ്ടത് നീയാണെന്നൊക്കെ പറയുമ്പോഴും ഇവിടെ കഴിക്കാന്നുണ്ടെങ്കിൽ ഇവന്റെ ഈ കഥയൊക്കെ കേട്ടിട്ട് ഇവനാന്നുണ്ടെങ്കിൽ പാവം പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇവനാന്നുണ്ടെങ്കിൽ നീ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് നീ എന്റെ ഫ്രണ്ടിനെ പോലെയല്ലേ കാണുന്നത്. എന്നിട്ട് നീ എന്തുകൊണ്ടാണ് എൻ്റെ അടുത്ത് കള്ളം പറഞ്ഞത്? നീ ഒരു ഷാമ്പു റെസ്റ്റോറൻറ്റാണ് നടത്തുന്നതെന്ന്. നിനക്ക് എന്താ എൻ്റെ അടുത്ത് സത്യം പറഞ്ഞാലെന്നൊക്കെ പറയുമ്പോൾ ഇവനാന്നുണ്ടെങ്കിൽ എനിക്ക് പേടിയായിരുന്നു നിന്റെ അടുത്ത് സത്യങ്ങളെല്ലാം പറയാനേ. ഞാനത് പറഞ്ഞാലും നീ അതൊക്കെ അംഗീകരിച്ച് തരുമെന്ന്. ഇതേക്കുന്ന കയ്യാന്നുണ്ടെങ്കിൽ നീ എൻ്റെ ഫ്രണ്ടാണ്. അപ്പം നീ എന്ത് പറഞ്ഞാലും ഞാൻ വിശ്വസിച്ചായിരുന്നു. പക്ഷെ നിനക്കാന്നുണ്ടെങ്കിൽ ഫ്രണ്ട് എന്ന് പറയുന്നതിൻ്റെ മീനിങ് അറിയത്തില്ല. നീ ചിന്തിക്കുന്നതിൽ അപ്പുറമാണ് എനിക്ക് ഫ്രണ്ട് എന്ന് പറയുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഇവനാന്നുണ്ടെങ്കിൽ ഭയങ്കര ഇമോഷണലായിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകേണ്ടി ഒരുങ്ങാണ്. നമ്മുടെ ട്യൂവാന്നുണ്ടെങ്കിൽ ഗൈ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. പക്ഷെ ഇവനാന്നുണ്ടെങ്കിൽ ഒട്ടും തന്നെ മൈൻഡ് ചെയ്യാതെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാണ്. അങ്ങനെ നമ്മുടെ ട്യൂവാന്നുണ്ടെങ്കിൽ രാത്രി ഡ്രിങ്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങുവാണ്. അതാന്നുണ്ടെങ്കിൽ രാവിലെ വരെ ഇങ്ങനെ ഡ്രിങ്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുവാണ്. ഇവിടെ നമ്മുടെ ഗൈഡ് അവസ്ഥ എന്ന് പറഞ്ഞാൽ അവനാന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുകയാണ്. ട്യൂവിന് തുണിൻ്റെ അടുത്ത് നിന്ന് കോള് വരുന്നുണ്ട്. എത്രയും പെട്ടെന്ന് റെസ്റ്റോറൻറ്റിലേക്ക് വരണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവനാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അവിടേക്ക് ചെല്ലുന്നുണ്ട്. അവിടേക്ക് ചെന്ന് നോക്കുമ്പോൾ കാണുന്നത് അവിടെയാണെന്നുണ്ടെങ്കിൽ ബൈബിൻ ഇരിക്കുന്നതാണ്. ബൈബിനാന്നുണ്ടെങ്കിൽ ഇവൻ്റെ അടുത്ത് ഈ ഒരു സ്ഥലം കൊള്ളാലോ, ഈ ഒരു ബിസിനസ് നീ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത്, നീ എന്ത് ഉദ്ദേശിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ചോദിച്ചിട്ട് അവൻ്റെ അടുത്ത് അവിടെ ഇരിക്കാൻ പറയുന്നുണ്ട്. അവൻ അവിടേക്ക് വന്നിരുന്ന പാടെ തന്നെ ചീഫാന്നുണ്ടെങ്കിൽ നീ ഈ റെസ്റ്റോറൻറ്റ് ഓപ്പൺ ചെയ്ത കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞില്ലല്ലോ, അതും പോരാഞ്ഞിട്ട് ഇതെന്ന് പറയുന്നത് നമ്മുടെ അതിർത്തി വരുന്നതും അല്ല, നീ എന്ത് ഉദ്ദേശിക്കുന്നത്, എൻ്റെ അടുത്ത് നിന്ന് മാറിയിട്ട് നീ പുതിയൊരു വഴി തിരഞ്ഞെടുക്കുകയാണെന്നൊക്കെ ചോദിക്കുമ്പോഴേ ഇവനാന്നുണ്ടെങ്കിൽ ഇല്ല ചീഫ്, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയണേ. ഇതേക്കുമ്പോൾ ചീഫാന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ടൈം മീറ്റ് ചെയ്യുമ്പോഴേ ഞാൻ പറഞ്ഞ കാര്യം നിനക്ക് ഓർമ്മയുണ്ടോയെന്ന് ചോദിക്കുകയാണ്. ഫസ്റ്റ് ടൈം മീറ്റ് ചെയ്യുമ്പോഴേ ഇവൻ്റെ കയ്യിലേക്ക് ഗണ്ണ് കൊടുത്തിട്ട് നീ ഒരു ഗണ്ണിൽ ഒരു പ്രാവശ്യം തൊടുകയെന്നുണ്ടെങ്കിൽ പിന്നെ നിനക്ക് ഒരിക്കലും നോർമൽ ലൈഫിലേക്ക് തിരിച്ചു പോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതൊക്കെ ആലോചിച്ചിട്ട് ഇവനാന്നുണ്ടെങ്കിൽ ഇല്ല ബോസ്, ഞാൻ അങ്ങനെയൊന്നും മീൻ ചെയ്തിട്ടില്ല, ഈ അതിർത്തിയിലുള്ള മിസ്റ്റർ പോങ് എന്ന് പറയുന്ന ബോസ് മരിച്ചുപോയി, ഞാനിപ്പോൾ ഈ ഒരു സ്ഥലം വാങ്ങിച്ചെന്ന് പറയുന്നത് ഇതാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അതിർത്തിയിലേക്ക് ആക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാന്നുണ്ടെങ്കിൽ വേറെ ഒരാൾക്കാർ ഇത് കൈവശത്താകും, അതിനേക്കാളും നല്ലത് നമ്മൾ എടുക്കുന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് ബോസിൻ്റെ അടുത്ത് സംസാരിക്കുകയാണ്. ബോസ് ആണെന്നുണ്ടെങ്കിൽ നീ ഇപ്പോൾ എൻ്റെ അടുത്ത് കള്ളം പറയാന്നുണ്ടെങ്കിൽ അതിനുള്ള പണിഷ്മെന്റ് എന്തായിരിക്കും എന്ന് നിനക്ക് അറിയാലോ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോൾ ഇവനാന്നുണ്ടെങ്കിൽ അറിയാന്ന് പറഞ്ഞിട്ട് ഇവനാന്നുണ്ടെങ്കിൽ അവൻ്റെ ഗണ്ണ് എടുക്കാൻ വേണ്ടി ഒരുങ്ങാണ്. പെട്ടെന്ന് കൂടെയുള്ള രണ്ട് സെക്യൂരിറ്റിയും ഗണ്ണെടുത്തിട്ട് ഇവന്റെ പേർക്ക് കാണിക്കുകയാണ്. ഇവനാന്നുണ്ടെങ്കിൽ ചീഫ്, നിങ്ങൾക്ക് അങ്ങനെ തോന്നുവാന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഞാൻ മരിച്ചേക്കാൻ, നിങ്ങൾ ഓർഡർ ഇട്ടോളാൻ പറയാണ്. ഇത് കേൾക്കുമ്പോൾ ബോസാന്നുണ്ടെങ്കിൽ എല്ലായിടത്തും പുറത്തേക്ക് പോകും, എനിക്കാന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് ആയിട്ട് ഇവൻ്റെ അടുത്ത് സംസാരിക്കണമെന്ന് പറയാണ്. ഇവിടെയാണെന്നുണ്ടെങ്കിലും ബോസ് തുണിൻ്റെ അടുത്ത് ആ ഒരു ബോസ് ആണെന്നുണ്ടെങ്കിൽ ഗണ്ണെടുത്തിട്ട് നെറ്റിയിലേക്ക് വെച്ചപ്പോഴത്തേക്കും ഞാൻ അകപ്പാട് പറിച്ചു പോയി, ഞാൻ എൻ്റെ പാൻറ്റിൽ പീ ചെയ്യേണ്ടായിരുന്നു, നോക്കി എൻ്റെ ഹാർട്ടാന്നുണ്ടെങ്കിൽ ഇപ്പോഴും റൈസ് ആവുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇവനാന്നുണ്ടെങ്കിൽ നമ്മുടെ തുണിൻ്റെ കൈ എടുത്തിട്ട് ഇവൻ്റെ ഹാർട്ടിലേക്ക് വെക്കുന്നുണ്ട്. അന്നേരം തുല്ലാന്നുണ്ടെങ്കിൽ പേടിക്കേണ്ട, ബിഗ് ബോസ് അങ്ങനെയൊന്നും ചെയ്യത്തില്ല എന്നൊക്കെ പറയാണ്. ഇത് കേൾക്കുന്ന നമ്മുടെ ബോസ് എന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടുള്ള അനുഭവം നമുക്ക് വന്നാൽ എന്ത് ചെയ്യാന്നൊക്കെ പറയാണ്. അതിന് നമ്മുടെ തുല്ലാന്നുണ്ടെങ്കിൽ നിനക്ക് പേടിയുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ക്വിറ്റ് ചെയ്തങ്ങ് പോയിക്കോളാൻ പറയണേ. ഇതേക്കും ഇവനാന്നുണ്ടെങ്കിൽ അതൊന്നും പറ്റത്തില്ല, ഞാൻ അങ്ങനെയൊന്നും വിട്ടിട്ട് പോകത്തില്ല എന്ന് പറയണേ. ഇതേക്കുമ്പോൾ നമ്മുടെ തുല്ലാന്നുണ്ടെങ്കിൽ വേറെ ജോലി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇവൻ അവൻ്റെ ജോലി നോക്കി അങ്ങ് പോവാണ്. അന്നേരം നമ്മുടെ ബോസ് ആണെന്നുണ്ടെങ്കിൽ ഒരിക്കൽ നോക്കിക്കോ, എൻ്റെ ഹാർട്ട് ഇപ്പോൾ റേസ് ചെയ്തില്ലേ, അതേപോലെ ഞാൻ നിങ്ങളെ റേസ് ചെയ്യിപ്പിക്കുമെന്ന് പറയാണ്. ഇവിടെ ചീഫ് ആണെന്നുണ്ടെങ്കിൽ ട്യൂവിൻ്റെ അടുത്ത് നമ്മുടെ റൂൾസ് ബ്രേക്ക് ചെയ്ത് ആരാന്ന് എനിക്ക് അറിയാമെന്നൊക്കെ പറഞ്ഞ് ചോദിക്കുകയാണ്. അന്നേരം ഇവനാന്നുണ്ടെങ്കിൽ എനിക്കറിയാം, അതാണെന്നുണ്ടെങ്കിൽ കെഞ്ചി അല്ലേ എന്ന് പറയാണ്. റൂൾസ് എന്ന് പറയുന്നത് ഒരിക്കലും കൂടെയുള്ള ഒരാളെ ഒറ്റയ്ക്ക് കൊടുക്കാൻ പാടില്ല, അതേപോലെ തന്നെ കള്ളം പറയാനും പാടില്ല എന്നല്ലേ. സത്യം പറഞ്ഞാൽ ഈ ഒരു റെസ്റ്റോറൻറ്റ് ഇപ്പം വാങ്ങിച്ചതും കഴിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാലും നമ്മുടെ ചീഫിൻ്റെ അടുത്ത് പറയുമ്പോഴേ ചീഫിൻ്റെ മുമ്പിൽ കുറ്റക്കാരൻ കെഞ്ചിയല്ലേ. അന്നേരം പറയുന്നുണ്ട് അതെനിക്കറിയാം കെഞ്ചിയാന്ന്, പക്ഷേ കെഞ്ചിയാന്നുണ്ടെങ്കിൽ നിങ്ങളെ നല്ലതിന് വേണ്ടിയിട്ടാണ് ചെയ്തത്, കെഞ്ചിയെ പോലെ ഒരാൾ കൂടെ വെക്കാന്നുണ്ടെങ്കിൽ അത് നല്ലതാണെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ബോസിന് ദേഷ്യം വന്നിട്ട് ഒരൊറ്റ അടിയും വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് പറയാണ് റൂൾസ് എന്ന് പറയുന്ന റൂൾസ് തന്നെയായിരിക്കും, അതെല്ലാവർക്കും ബാധകമെന്ന് പറഞ്ഞിട്ട് ബോസ് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൈ ആകപ്പാട് വിഷമിച്ച് കുത്തി ഇങ്ങനെ ഇരിക്കുകയാണ്. അന്നേരമെന്നുണ്ടെങ്കിൽ ഗെയിമിംഗ് ഗ്രൂപ്പിൽ നിന്ന് മെസ്സേജ് വരുന്നുണ്ട്, പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി സമയമായിട്ടുണ്ട്, ആരും കാണുന്നില്ലല്ലോ, ട്യൂ എന്തേ ഗൈ എന്തേക്കെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ട്യൂ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു മെസ്സേജ് ഇതിനെ നോക്കിയിട്ടില്ല എന്ന് എല്ലാവർക്കും മനസ്സിലാണ്. ഗെയ്യാന്നുണ്ടെങ്കിൽ തിരിച്ച് മെസ്സേജ് അയക്കുന്നുണ്ട്, ഞാൻ ഇനി ഈ ഒരു ഗ്രൂപ്പിൽ ഉണ്ടാകത്തില്ല, ഞാൻ ലെഫ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് അവനാന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് ആവുന്നുണ്ട്. അന്നേരം നമ്മുടെ മഫിനാന്നുണ്ടെങ്കിൽ ഗയ്യെ വിളിച്ച് നോക്കുന്നുണ്ട്, ഫോണാന്നുണ്ടെങ്കിൽ സ്വിച്ച് ഓഫ് എന്നാണ് പറയുന്നത്. ഗെയ്ക്കാന്നുണ്ടെങ്കിൽ ട്യൂ ആയിട്ടിരുന്ന് ഗെയിം കളിച്ച് ഓരോ മൊമെന്റ്സ് ഓർമ്മയിലേക്ക് വരുവാണ്. പെട്ടെന്ന് തന്നെ ആരോ ഡോർ തട്ടുന്നുണ്ട്. ഇവനാന്നുണ്ടെങ്കിൽ ട്യൂ ആണെന്ന് പറഞ്ഞ് ഓടിച്ചാടി വന്ന് തുറന്നു നോക്കുന്നുണ്ട്. പക്ഷെ കാണുന്നത് നമ്മുടെ വാലിനെയാണ്. വാലിവനെ കണ്ട പാടെ തന്നെ പുറത്തേക്ക് പോകേണ്ടി വിളിക്കുകയാണ്. ഇവനാന്നുണ്ടെങ്കിൽ ഇല്ല ഞാൻ വരുന്നില്ല എന്ന് പറയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നീ എന്തോടാ പില്ലോ കെട്ടിപ്പിടിച്ച് കരഞ്ഞോണ്ടിരിക്കാൻ വേണ്ടി പോകണോ, നീ പുറത്തേക്ക് വാ, നീ ഇല്ലാതെ ഐസ്ക്രീം കഴിക്കാന്നുണ്ടെങ്കിൽ ഐസ്ക്രീം ഒട്ടും തന്നെ ടേസ്റ്റ് കാണത്തില്ല, നീ എൻ്റെ കൂടെ ഇപ്പോൾ വരണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇവനാന്നുണ്ടെങ്കിൽ അവനെയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. പുറത്തേക്ക് വന്ന പാടെ തന്നെ ഇവന് ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഗയ്യാന്നുണ്ടെങ്കിൽ ഐസ്ക്രീം ഒന്നും കഴിക്കാതെ ആകെപ്പാട് മൂഡ് ഓഫ് ആയിട്ട് ഇരിക്കുകയാണ്. ഇതാണ് നമ്മുടെ വാലാന്നുണ്ടെങ്കിൽ നീ ഐസ്ക്രീം കഴിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ അത് മെൽറ്റായി പോകും, അതൊക്കെ പോട്ടെ, നീ അവൻ്റെ അടുത്ത് പോയി ചെന്ന് സംസാരിച്ചെന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോഴേ ഇവനാന്നുണ്ടെങ്കിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു പറയണേ. ഇതൊക്കെ നമ്മുടെ വാലാന്നുണ്ടെങ്കിൽ എല്ലാം എൻ്റെ കയ്യിലെ തെറ്റാണ്, ഞാൻ നിന്നിങ്ങനെ ഒറ്റയ്ക്ക് വിടാൻ വേണ്ടി പാടില്ലായിരുന്നു, ഞാൻ നിൻ്റെ അടുത്ത് നിന്ന് അകലം പാലിച്ചതുകൊണ്ടാണ് നീ വേറെ ഫ്രണ്ട്സിനെ തിരഞ്ഞു പോയത്, അതാണെന്നുണ്ടെങ്കിൽ ഗെയിമിങ്ങിലുള്ള ഫ്രണ്ട്സ് എന്നൊക്കെ പറയുന്നത് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത ഫ്രണ്ട്സാണ്, അതുകൊണ്ടല്ലേ നിനക്ക് ഇങ്ങനെ അബദ്ധമൊക്കെ പറ്റിയത്, ഇതെങ്ങനെ ഒരിക്കലും അങ്ങനെ ഉണ്ടാവേണ്ടി ഞാൻ സമ്മതിക്കത്തില്ല, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേഴ്സൺ നീ മാത്രമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവനെ ചീറിയുന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ട്. ഇതേക്കുമ്പോൾ നമ്മുടെ ഗൈഡ് മെന്റിൽ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവനടുത്തുള്ള ആ ഒരു പഴയ ഫീലിംഗ്സ്
ഫീലിങ്സ് എനിക്ക് പിന്നെ സ്റ്റാർട്ട് ചെയ്യാന്ന് പറയാണ്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കെഞ്ചി 2 പയ്യന്മാരോട് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴേക്കാണെന്നുണ്ടെങ്കിൽ ഡോറിൽ ആരോ തട്ടുന്നുണ്ട്. അതിലൊരു പയ്യൻ്റെ അടുത്ത് പറയുന്നുണ്ട് പോയി ചെന്ന് നോക്കാന്. നോക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ അത് ട്യൂ ആണ്. ട്യൂയെ കണ്ട പാടെ തന്നെ ആ ഒരു പയ്യനാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അവിടെ നിന്ന് ഓടി പോകുന്നുണ്ട്. പിന്നാന്നുണ്ടെങ്കിൽ നിനക്ക് എത്ര ധൈര്യം ഉണ്ടായിട്ടാണ് നീ എൻ്റെ സ്ഥലത്തേക്ക് വന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ ട്യൂ ആണെന്നുണ്ടെങ്കിൽ നീ എന്നെ പിന്നിൽ നിന്ന് കുത്തി. അപ്പോൾ പിന്നെ ഞാൻ ഇവിടേക്ക് വരണ്ടേ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുകയാണ്. അപ്പോഴേക്കും കെഞ്ചി എഴുന്നേറ്റ് വന്ന് ട്യൂയെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അന്നേരം ട്യൂ എടുത്ത് നീ ഇവിടേക്ക് വന്നിട്ട് ചീഫിനെ അറിയാമെന്നൊക്കെ ചോദിക്കുകയാണ്. ഇദ്ദേഹത്തിന് ഇവനാണെന്നുണ്ടെങ്കിൽ ആ ചീഫ് പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത്. നീയാണെന്നുണ്ടെങ്കിൽ റൂൾസ് ബ്രേക്ക് ചെയ്തു. ഒരാൾ ഒരിക്കലും ഒറ്റ കൊടുക്കാൻ പാടില്ല എന്നില്ലേ, നീയിപ്പോൾ ഒറ്റ കൊടുത്തില്ലേ, അതുകൊണ്ട് ബോസ് പറഞ്ഞിട്ട് ഞാൻ ഇവിടേക്ക് വന്നേന്നൊക്കെ പറയുമ്പോൾ ഇവനാണെന്നുണ്ടെങ്കിൽ പക്ഷേ നീയാ തെറ്റ് ചെയ്തെന്ന് പറയാണ്. അതിന് നമ്മുടെ ട്യൂ ആണെന്നുണ്ടെങ്കിൽ ഞാനാ തെറ്റ് ചെയ്തെങ്കിലും പോലും ബോസിൻ്റെ കണ്ണിൽ ഇപ്പോഴും നീയാണ് തെറ്റുകാരെന്ന് പറയണേ. ഇത് കേൾക്കുമ്പോൾ കെഞ്ചിയാന്നുണ്ടെങ്കിൽ നമ്മുടെ ട്യൂയുടെ കയ്യിലുള്ള ആ ഒരു ഗണ്ണാന്നുണ്ടെങ്കിൽ താഴത്തേക്ക് തട്ടിയിടുന്നുണ്ട്. എന്നിട്ട് നേരെ പോയി ചെന്ന് അവൻ്റെ ഗണ്ണെടുത്തിട്ട് നമ്മുടെ ട്യൂവിനെ കൊല്ലാൻ വേണ്ടി നിൽക്കുകയാണ്. ഇവിടെ നമ്മുടെ ഗെയ്യും വാലും കൂടി സംസാരിച്ചുകൊണ്ട് നടക്കുവാണ്. അന്നേരം നമ്മുടെ വാലാന്നുണ്ടെങ്കിൽ ഗെയ്യുടെ അടുത്ത് നിനക്ക് വേറെ എവിടെയോട്ടെങ്കിലും പോകണമെന്നൊക്കെ ചോദിക്കുമ്പോൾ ഗയ്യാന്നുണ്ടെങ്കിൽ വേണ്ടാന്ന് പറയണേ. എന്നാൽ പിന്നെ ഓക്കെ ഇന്ന് നൈറ്റ് ഞാൻ നിന്റെ റൂമിലാണ് സ്റ്റേ ചെയ്യുന്നതെന്നൊക്കെ പറയുമ്പോൾ ഗയ്യാന്നുണ്ടെങ്കിൽ വേണ്ട ഞാൻ ഒറ്റയ്ക്ക് കിടന്നോളാം എന്ന് പറയണേ. ഇല്ലില്ല എനിക്ക് നിന്നെ പറ്റി ആലോചിച്ചിട്ട് വിഷമമുണ്ട്, അവിടെ ഞാൻ എന്തായാലും ഇന്ന് നൈറ്റ് നിന്റെ റൂമിൽ തന്നെ സ്റ്റേ ചെയ്യുന്നൊക്കെ പറയുമ്പോൾ ഇവനാന്നുണ്ടെങ്കിൽ വേണ്ടാന്നുള്ള മട്ടി നിൽക്കുകയാണ്. നീ എന്തോ പറഞ്ഞാലും ശരി തന്നെ, ഞാൻ ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ച കാര്യമാണ് നിന്റെ റൂമിൽ താമസിക്കുക എന്നുള്ളത്. ഇന്ന് നൈറ്റ് ഞാൻ എന്തായാലും നിന്റെ റൂമിലായിരിക്കും എന്ന് പറയുന്നത്. നമ്മുടെ കെഞ്ചിയാന്നുണ്ടെങ്കിൽ ട്യൂയെ കൊല്ലാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ്. ട്രിഗർ വലിക്കുന്നുണ്ട്, പക്ഷെ അതിൽ നിന്നൊരു ബുള്ളറ്റ് പോലും പുറത്തേക്ക് വരുന്നില്ല. നേരെയാണ് ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. നേരത്തെ 2 പയ്യന്മാർ ഇവന്റെ കൂടെ ഉണ്ടായിരുന്നില്ലേ, അതിലൊരു പയ്യനാന്നുണ്ടെങ്കിൽ നമ്മുടെ ട്യൂയുടെ ആളായിരുന്നു. അവനാന്നുണ്ടെങ്കിൽ ഇവന്റെ ഗണ്ണിൽ നിന്ന് ബുള്ളറ്റ് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ടൈം കൊണ്ട് ട്യൂ അവന്റെ ഗണ്ണെടുക്കുന്നുണ്ട്. ഇത് കാണുന്ന നമ്മുടെ കെഞ്ചിയാന്നുണ്ടെങ്കിൽ നിനക്കിപ്പോൾ എന്നെ ഷൂട്ട് ചെയ്യണല്ലേ, എന്താ പിന്നെ ഓക്കെ നീ എന്നെ ഷൂട്ട് ചെയ്തോളാൻ പറയാണ്. ഇതേക്ക് നമ്മുടെ ട്യൂ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് നിന്റെ മുഖം കാണുന്നതിനെ വെറുപ്പാണ്, നീ ഇനി ഒരിക്കൽ പോലും എൻ്റെ മുമ്പിലേക്ക് വരാൻ വേണ്ടി പാടില്ല. ഞാൻ ബോസിൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞോളാം ഞാൻ നിന്നെ കൊന്നിട്ടുണ്ടെന്ന്. സോ എവിടേക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ പോയി ചെന്ന് ഓടി ഒളിച്ചോളാൻ പറഞ്ഞിട്ട് ഇവനാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇവിടെ നമ്മുടെ ഗെയ്യാന്നുണ്ടെങ്കിൽ ബെഡിന് കവർ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടേക്കാന്നുണ്ടെങ്കിൽ വാല് വരുന്നുണ്ട്. വാല് വന്ന പടം തന്നെ അവന് ഹെൽപ്പ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് അവന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. കവറൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ വാലാന്നുണ്ടെങ്കിൽ താഴെ കിടക്കുന്ന ബ്ലാങ്കറ്റ് കാല് തെന്നിയിട്ട് നേരെ നമ്മുടെ ഗയ്യേയും കൊണ്ട് കട്ടിലേക്ക് വന്ന് വീഴുവാണ്. രണ്ടുപേരും കുറേ നേരം ഇങ്ങനെ കണ്ണും നോക്കി കിടക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ബോധം വന്നിട്ട് ചാടി എഴുന്നേൽക്കുന്നുണ്ട്. നമ്മുടെ വാലാന്നുണ്ടെങ്കിൽ സോറിയൊക്കെ പറയുന്നുണ്ട്. താഴെ കിടക്കുന്ന ബ്ലാങ്കറ്റ് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല, അത് തെന്നിയിട്ട് വന്ന് വീണേന്നൊക്കെ പറഞ്ഞിട്ട് ഗയ്യാന്നുണ്ടെങ്കിൽ അതൊന്നും കുഴപ്പമില്ല, നിനക്ക് വേദനിച്ചോ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. ഇവനാന്നുണ്ടെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല, നിന്റെ മുഖമൊക്കെ എന്തെങ്കിലും ചുമന്നിരിക്കുന്നതെന്ന് പറഞ്ഞ് ചോദിക്കുകയാണ്. നമ്മുടെ ഗൈയുടെ ഫേസ് ആണെന്നുണ്ടെങ്കിൽ ആകെപ്പാട് റെഡ് ആയിട്ടുണ്ട്. ഇവനാന്നുണ്ടെങ്കിൽ ഒന്നുമില്ല എന്ന് പറയുന്നത്. ഇവനാന്നുണ്ടെങ്കിൽ നിനക്ക് ചൂട് എടുക്കുന്നുണ്ടോ, എന്നാൽ പിന്നെ ഒരു കാര്യം പോയി ചെന്ന് കുളിച്ചിട്ട് വരാണ്ടി പറയണേ. ഇവൻ കുളിച്ചിട്ട് വന്ന് നോക്കുമ്പോൾ കാണുന്നത് നമ്മുടെ വാലാന്നുണ്ടെങ്കിൽ ഇവർ തമ്മിലുണ്ടായിരുന്ന പഴയ ഫോട്ടോസൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സ്കൂളിൽ വെച്ച് ക്യാമ്പിങ്ങിന് പോയ ഫോട്ടോസ് വരെ ഉണ്ട്. ഇത് കാണുമ്പോൾ നമ്മുടെ വാലാന്നുണ്ടെങ്കിൽ ഇവനെ ടീസിയാണ്. ഞാൻ വിചാരിച്ച നീ ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ എപ്പോഴേ കളഞ്ഞിട്ടുണ്ടാവുന്നത്, നീ ഇപ്പോഴും ഇതൊക്കെ സൂക്ഷിച്ച് വെക്കുന്നുണ്ടല്ലേ എന്ന് പറഞ്ഞിട്ട് പാട് പിച്ചിയും കുത്തിയൊക്കെ ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അന്നേരം നമ്മുടെ ഗൈ ചിരിക്കുന്നുണ്ട്. ഗൈയുടെ ചിരി കാണുമ്പോഴേ വാലാന്നുണ്ടെങ്കിൽ എനിക്ക് നിന്റെ ചിരി ഒരുപാട് ഇഷ്ടമാണെന്നൊക്കെ പറയണേ. ഇതേക്കുന്നത് നമ്മുടെ ഗൈയാന്നുണ്ടെങ്കിൽ നമ്മുടെ വാലിനെ തന്നെ ഇങ്ങനെ സൂക്ഷിച്ച് തന്നെ നോക്കുവാണ്. അന്നേരം നമ്മുടെ വാലിൻ്റെ കണ്ണിലേക്ക് നോക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ അന്നേരം ഇവൻ്റെ മൈൻഡിലാണെന്നുണ്ടെങ്കിൽ വാലിൻ്റെ കണ്ണിലേക്ക് നോക്കുമ്പോഴേ എനിക്ക് ഈ ലോകം തന്നെ നിലച്ചു പോകുന്നതായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. എനിക്കുള്ള അതേ ഫീലിങ്സ് വാലിനുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. നമ്മുടെ വാലാന്നുണ്ടെങ്കിൽ ഇവൻ്റെ അടുത്തേക്ക് ഇങ്ങനെ ക്ലോസ് ആയിട്ട് വരികയാണ് കിസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ഏകദേശം കിസ് ചെയ്യാറാകുമ്പോഴത്തേക്കും നമ്മുടെ വാലാന്നുണ്ടെങ്കിൽ എനിക്ക് ഉറക്കം വരുന്നുണ്ടെന്ന് പറഞ്ഞ് പോയി കിടക്കുവാണ്. അപ്പോൾ തന്നെ കൈയും കയറി കിടക്കുന്നുണ്ട്. എന്നിട്ട് അവൻ്റെ മൈൻഡിൽ വാലിനൊരിക്കലും ഒരു ഫ്രണ്ടിനപ്പുറത്തേക്ക് ഒരു ഫീലിങ്സ് എൻ്റെ അടുത്തില്ല, അതുകൊണ്ട് തന്നെ എൻ്റെ ഉള്ളിലുള്ള ഫീലിങ്സ് അതെപ്പോഴും ഞാൻ മൂടി വെക്കണമെന്ന്. പിറ്റേ ദിവസം നമ്മുടെ വാൽ എഴുന്നേറ്റ് നോക്കുമ്പോൾ അവിടെയെങ്കിലും നമ്മുടെ ഗെയിനെ കാണുന്നില്ല. ഇവൻ കോൾ ചെയ്ത് നോക്കുന്നുണ്ട്, പക്ഷെ അവനെ കിട്ടുന്നതുമില്ല. സെയിം ടൈം ഇവിടെ നമ്മുടെ ട്യൂ ആണെന്നുണ്ടെങ്കിൽ അവനും കൈയെ കിടന്ന് വിളിച്ചോണ്ടിരിക്കുകയാണ്. പക്ഷേ എന്നുണ്ടെങ്കിൽ ഫോൺ നോട്ട് റീച്ചബിൾ എന്നാണ് പറയുന്നത്. ഇത് കാരണം ഇവനാണെന്നുണ്ടെങ്കിൽ നേരെ നമ്മുടെ ഗൈയുടെ റൂമിലേക്ക് വരികയാണ്. വന്ന പാടെ തന്നെ കഥയുണ്ട് തട്ടുന്നുണ്ട്. ഗൈ നീ ഓക്കെ ആണെന്നൊക്കെ ചോദിച്ചുണ്ട്. അപ്പം കഥ തുറന്ന് വരുന്നത് നമ്മുടെ വാലാണ്. വാലുവിനെ കണ്ട പാടെ തന്നെ നീ എന്താ ഇവിടെ, എൻ്റെ ഫ്രണ്ടിനെ നീ ട്രിക്ക് ഉപയോഗിച്ച് അവനെ വിഷമിപ്പിച്ചതും പോരാഞ്ഞ് പിന്നെ നീ എന്തിനാ ഇവിടേക്ക് വന്നതെന്നൊക്കെ പറഞ്ഞ് ചോദിച്ച് ദേഷ്യം വിടുമ്പോൾ നമ്മുടെ ട്യൂ ആണെന്നുണ്ടെങ്കിൽ ഇനി ഒന്ന് മാറി എനിക്ക് ഗൈയായിട്ട് സംസാരിക്കണമെന്നൊക്കെ പറയണേ. ഇവനാന്നുണ്ടെങ്കിൽ ദേഷ്യം വന്നിട്ട് അപ്പം തന്നെ പറഞ്ഞിട്ട് അങ്ങ് പൊട്ടിക്കുന്നുണ്ട്. ട്യൂന് നന്നായിട്ട് ദേഷ്യം വരുന്നുണ്ട്. ഇത് കാണുന്ന വാലാന്നുണ്ടെങ്കിൽ എന്താ നിനക്ക് ദേഷ്യം വരുന്നുണ്ടോ, നിനക്ക് എന്നെ കുത്തണമെങ്കിൽ കുത്തിക്കോ, അല്ലെങ്കിൽ നിനക്ക് ഷൂട്ട് ചെയ്യണോ, എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാൻ പറയാണ്. ഇതേക്കും നമ്മുടെ ട്യൂ ആണെന്നുണ്ടെങ്കിൽ കൈയൊക്കെ മുറുക്കിയിട്ട് ഇവനെ ഇടിക്കാൻ വേണ്ടി വരുന്നുണ്ട്. പെട്ടെന്ന് എന്തോ ആലോചിച്ചിട്ട് നമ്മൾ രണ്ടുപേരും ഇത്ര ഉച്ചത്തിൽ സംസാരിച്ചിട്ട് ഗൈ ഇവിടേക്ക് വന്നില്ല എന്നുണ്ടെങ്കിൽ ഗൈ ഉറപ്പായിട്ട് ഇവിടെ ഇല്ല. ഗൈ എന്തെന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോൾ ഇവനാന്നുണ്ടെങ്കിൽ മിണ്ടാൻ നിൽക്കുകയാണ്. ഇത് കാണുന്ന ട്യൂ ആണെന്നുണ്ടെങ്കിൽ അവനെന്തെങ്കിലും സംഭവിച്ചെന്നൊക്കെ പറഞ്ഞ് ചോദിക്കുകയാണ്. ഇവനാന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റിയൊന്നും എനിക്കറിയത്തില്ല, ഞാൻ അവനെ കണ്ടിട്ടില്ല എന്ന് പറയാണ്. ഇവിടെ നമ്മുടെ ഗൈ അച്ഛനും അമ്മയെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് വന്നേക്കാണ്. അവിടേക്കാണെന്നുണ്ടെങ്കിൽ അമ്മ വന്നിട്ട് എന്ത് പറ്റി, നീയും ബാലുവായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുകയാണ്. അതിന് ഇവനാന്നുണ്ടെങ്കിൽ എന്ത് പ്രശ്നം അമ്മ എന്നാണ് ചോദിക്കുമ്പോൾ അമ്മയാന്നുണ്ടെങ്കിൽ നോർമലി നീയും അവനും കൂടി ഒരുമിച്ചാണ് വീട്ടിലേക്ക് വരുന്നത്, ഈ പ്രാവശ്യം നീ ഒറ്റയ്ക്കാണ് വന്നത്, എന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവനാന്നുണ്ടെങ്കിൽ ഞാനും ബാലുവായിട്ട് വഴക്കുണ്ടാക്കാനോ, എനിക്ക് ആകെപ്പാടുള്ള ഒരു ഫ്രണ്ട് എന്ന് പറയുന്നത് അവൻ മാത്രമാണ്, അപ്പം ഞാനും അവനും തമ്മിൽ വഴക്കിടുമെന്നൊക്കെ ചോദിക്കുമ്പോൾ അപ്പോൾ അമ്മയാന്നുണ്ടെങ്കിൽ എന്നാൽ പിന്നെ ഓക്കെ വാ ഫുഡ് കഴിക്കാൻ വേണ്ടി നോക്ക്, അച്ഛൻ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാന്ന് പറയാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ഫുഡ് കഴിക്കാൻ വേണ്ടി ചെല്ലുവാണ്. ഇവിടെ അച്ഛനും അമ്മയും കൂടി ചേർന്ന് ബൈബുനെ പൊക്കി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. 20 മില്യൺ ബാത്തൊക്കെ ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നല്ല മനുഷ്യനൊക്കെ ആണെന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ നമ്മുടെ ഗൈ
ഗൈക്കാന്നുണ്ടെങ്കിൽ ഇയാളെ പറ്റിയിട്ടുള്ള വിവരങ്ങളൊക്കെ അറിയാലോ. ഇയാളെ പറ്റിയിട്ട് എന്തിനാ കൂടുതലായിട്ട് സംസാരിക്കുന്നത്? ഇയാളെ കയ്യിൽ ഒരുപാട് കാശുണ്ട്. അയാൾക്കാണെന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണമെന്നൊന്നും അറിയത്തില്ല. ഇയാൾക്കാണെന്നുണ്ടെങ്കിൽ ഇല്ലീഗലായിട്ട് ഒരുപാട് ബിസിനസ്സും കാര്യങ്ങളും ഉണ്ട്. പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഇയാൾ ഇതൊക്കെ ചെയ്യുന്നതെന്നൊക്കെ പറയുമ്പോൾ അമ്മയാന്നുണ്ടെങ്കിൽ മോനെ അങ്ങനെയൊന്നും പറയാൻ വേണ്ടി പാടില്ല. അയാൾ നല്ലൊരു മനുഷ്യനാണെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുകയാണ്. ഇവനാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ആവട്ടെ എനിക്ക് ഫുഡ് തരാൻ വേണ്ടി പറയാണ്. അങ്ങനെ എല്ലാവരും കൂടിയിട്ട് ഒരുമിച്ച് ഫുഡ് കഴിക്കാണ്. ഫുഡൊക്കെ കഴിച്ച ശേഷം ഗൈ നേരെ വന്ന് കിടന്നിട്ട് ബാലിപ്പ് എന്നെ പറ്റി ആലോചിച്ചിട്ട് വിഷമിക്കുന്നുണ്ടായിരിക്കുമോ? ഞാൻ അവനെ വിളിക്കാതെയല്ലേ വന്നത്. അതിനൊട്ടും തന്നെ ചാൻസ് ഇല്ല. ഞാൻ അവൻ്റെ ജസ്റ്റ് ഒരു ഫ്രണ്ട് മാത്രമല്ലേ, അവൻ്റെ ബോയ് ഫ്രണ്ട് ഒന്നും അല്ലല്ലോ. അപ്പോൾ പിന്നെ അതിനുള്ള സാധ്യതയില്ല. എന്തായാലും ശരി തന്നെ അവനെ ഉറപ്പായിട്ടും വിളിച്ചിട്ടുണ്ടാവുമെന്ന് പറഞ്ഞിട്ട് ഇവനാന്നുണ്ടെങ്കിൽ ഫോൺ എടുത്ത് വെച്ച് നോക്കുന്നുണ്ട്. ഫോൺ എടുത്ത് വെച്ച് നോക്കുമ്പോൾ കാണുന്നത് നമ്മുടെ ട്യൂ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് തവണ ഇവനെ വിളിച്ചിട്ടുണ്ട്. ഇത് കാണുമ്പോൾ ഇവനാന്നുണ്ടെങ്കിൽ എന്തിനായിരിക്കും ട്യൂ എന്നെ ഇത്രയും തവണ വിളിച്ചതെന്ന് പറഞ്ഞിട്ട് ഇവനാന്നുണ്ടെങ്കിൽ മുമ്പ് നടന്ന കാര്യം ആലോചിക്കുകയാണ്. ഇവനാന്നുണ്ടെങ്കിൽ വഴക്കിട്ടിട്ട് അവിടെ നിന്ന് വന്ന കാര്യം ഇതിപ്പോൾ ആലോചിച്ചിട്ട് അവനെ തിരിച്ച് വിളിക്കണോ വേണ്ടെന്നുള്ള കൺഫ്യൂഷൻ ഇരിക്കുകയാണ്. ആ ഒരു കറക്റ്റ് ടൈമിലാന്നുണ്ടെങ്കിൽ ട്യൂ വിളിക്കുന്നുണ്ട്. ഇവിടെ കോൾ അറ്റൻഡ് ചെയ്ത പാടെ തന്നെ ഇവനാന്നുണ്ടെങ്കിൽ ഐ എം സോറി എന്ന് പറഞ്ഞ് കോള് കട്ടിയാണ്. എന്നിട്ട് ഇവൻ പുറത്തേക്ക് വന്നിട്ട് എനിക്കിത് എന്താ സംഭവിക്കുന്നത്, ഞാനിതിന് അവിടെ നിന്ന് ഓടി ഇങ്ങോട്ടേക്ക് വന്നത്. ഇങ്ങനെ തിങ്ക് ചെയ്ത് നിൽക്കുന്ന ടൈമിൽ പുറമെ കൈന്ന് വിളിക്കുന്നുണ്ട്. ഇവൻ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് നമ്മുടെ ട്യൂ ആണ്. ട്യൂയെ കണ്ട പാടെ തന്നെ നീ എന്താ ഇവിടെ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോഴേ നമ്മുടെ ട്യൂ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് നിന്നെ കാണണം തോന്നി അതുകൊണ്ടാണ് വന്നത്, നിനക്ക് ഇപ്പോഴും എൻ്റെ അടുത്ത് ദേഷ്യമാണെന്നൊക്കെ ചോദിക്കുമ്പോഴേ ഇവനാന്നുണ്ടെങ്കിൽ എനിക്ക് നിൻ്റെ അടുത്ത് ഇപ്പോൾ ദേഷ്യമൊന്നുമില്ല, പക്ഷേ ഇനി അടുത്ത് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല. നിനക്കറിയുന്ന കാര്യമല്ലേ, എനിക്കാന്നുണ്ടെങ്കിൽ അധികം ഫ്രണ്ട്സ് ഒന്നുമില്ല. എനിക്ക് ആകെപ്പാടുള്ള ഒരു ഫ്രണ്ട് എന്ന് പറയുന്നത് വാല് മാത്രമാണ്. ആ ഒരു കാരണം കൊണ്ടാണ് ഞാൻ ഗെയിമിംഗ് വേൾഡിലേക്ക് വന്നത്. ഞാൻ വിചാരിച്ചത് അതാണ് എൻ്റെ ബെസ്റ്റ് പ്ലേസ് എന്ന്, പക്ഷെ ഞാൻ വിചാരിച്ച പോലെയൊന്നുമില്ല. അതിലുള്ള ആൾക്കാരും അത്ര നല്ലതല്ല എന്നൊക്കെ പറയുമ്പോഴേ ഇവനാന്നുണ്ടെങ്കിൽ നീ ഉദ്ദേശിച്ചപ്പോൾ എന്നെയാണെന്ന് പറഞ്ഞ് ചോദിക്കുകയാണ്. ഇതേക്ക് നമ്മുടെ ഗെയ്യാന്നുണ്ടെങ്കിൽ എനിക്ക് അതിനെ പറ്റിയിട്ടൊന്നും അറിയത്തില്ല, പക്ഷെ ഞാൻ ബാക്കിയുള്ളവരെ കാണുന്ന പോലെയൊന്നുമല്ല നിന്നെ കാണുന്നത്. നീ ഒരിക്കലും എൻ്റെ അടുത്ത് കള്ളം പറയുന്നത് നീ വിചാരിച്ചതല്ല. നിനക്ക് എന്തായാലും ശരി അതെൻ്റെ അടുത്ത് തുറന്നു പറയായിരുന്നല്ല. നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കാണുമ്പോഴേ ഞാൻ ഒരുമാതിരി അപ്സെറ്റാണ് ഫീൽ ചെയ്യാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഫീൽ ചെയ്യുന്നതെന്ന് എനിക്ക് അറിയത്തില്ല എന്നൊക്കെ പറയുമ്പോഴേ നമ്മുടെ ട്യൂ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫീലിങ്സ് എന്തുകൊണ്ടാണ് നിനക്ക് എൻ്റെ അടുത്ത് ഉണ്ടായെന്ന് എനിക്കറിയാം. നിനക്കാന്നുണ്ടെങ്കിൽ എന്നെ ഇഷ്ടമാണെന്നൊക്കെ പറയാണ്. ഇതേക്കും ഇവനാന്നുണ്ടെങ്കിൽ എനിക്ക് നിന്നെ ഇഷ്ടമാണെന്നോ, നീ എന്തിനാ അങ്ങനെയൊക്കെ പറയുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ ട്യൂ ആണെന്നുണ്ടെങ്കിൽ ദേഷ്യപ്പെട്ടിട്ട് നിനക്ക് എന്നെ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നീ ഇപ്പം തന്നെ പറഞ്ഞാൽ മതി, ഞാനിപ്പോൾ തന്നെ ഇവിടുന്ന് പോയേക്കാം. നിനക്ക് മനസ്സിലാവുന്നില്ലേ, എനിക്കുള്ള അതേ സെയിം ഫീലിങ്സ് ആണ് നിനക്കുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ ഒരിക്കലും നീ എന്നെ പറ്റി ആലോചിച്ചിട്ട് ഇത്രയധികം അപ്സെറ്റ് ആവത്തില്ല എന്ന് പറഞ്ഞിട്ട് നേരെ പോയി ചെന്ന് നമ്മുടെ ഗൈയെ ഹഗ് ചെയ്യുന്നുണ്ട്. ഹഗ് ചെയ്തതിന് ശേഷം പറയണേ ഗൈ എനിക്ക് നിൻ്റെ അടുത്തുള്ള ഫീലിങ്സ് എന്ന് പറയുന്നത് അത് നിന്നെ ഫസ്റ്റ് മീറ്റ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് സ്റ്റാർട്ട് ചെയ്തതാണ്. പക്ഷേ ആ ഒരു ഫീലിങ്സ് എങ്ങനെ എനിക്ക് നിൻ്റെ അടുത്ത് തുറന്ന് പറയണമെന്ന് അറിയത്തില്ലായിരുന്നു. പക്ഷേ ഞാനിപ്പോൾ പറയാണ് എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. അതേപോലെ തന്നെ നിനക്ക് വേണ്ടിയിട്ട് ഈ ഒരു ഗ്യാങ്സ്റ്റർ ലൈഫ് ഞാൻ ക്വിറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. നീ എപ്പോഴും എൻ്റെ കൂടെ വേണമെന്നൊക്കെ പറയുമ്പോഴേ നമ്മുടെ ഗൈയെ നേരെ പോയി നമ്മുടെ ട്യൂവിനെ കിസ് ചെയ്യാണ്. ആക്ച്വലി നമ്മുടെ ഐ ലോങ് നൈറ്റ് സീരീസിനേക്കാളും രണ്ടുപേരും ഈ ഒരു സീരീസിൽ നമ്മുടെ ട്യൂ ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഹാൻഡ്സ് ആയിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് നമ്മുടെ ഗൈയുടെ കാര്യം, ഗൈ കുറച്ചുകൂടി ക്യൂട്ടായിട്ടുണ്ട്.